നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളുടെ മെക്കിട്ട് കയറാൻ ചെല്ലുന്നത് പോലെ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്നവരുടെ മെക്കിട്ട് കയറാൻ ചെന്നതാണ്. എളമരം കരീമിന്റെ കാരണം പുകച്ചു വിട്ടിട്ടുണ്ട് ആശാ വർക്കർമാർ. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അവരുടെ സമരം പൊളിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എളമരം കരീമും CITU സംഘടനയും അതുപോലെ തന്നെ CPMന്റെ മറ്റ് നേതാക്കളും എല്ലാം. ഇവരോടെല്ലാം പോയി പണി നോക്കൂ എന്നുള്ള മറുപടിയാണ് ആശാ വർക്കർമാർ കൊടുക്കുന്നത്. CPMന്റെ സൈബർ ഗുണ്ടകൾ സൈബറിടത്തിൽ വലിയ കൊലവിളിയാണ് ആശാ വർക്കർമാർക്ക് നേരെ നടത്തുന്നത്. സമരം മതിയാക്കി മര്യാദയ്ക്ക് വീട്ടിൽ പോയിക്കോണം, ഇല്ലെങ്കിൽ ഒരുത്തിയും വീട്ടിൽ കയറില്ല എന്നുള്ള കൊലവിളികളൊക്കെ പലയിടത്തും മുഴങ്ങി കേൾക്കുന്നുണ്ട്. ആശാ വർക്കർമാർ സമരം നടത്തുന്നതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ അതിന്റെ താഴെ വന്ന് അവരെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകളൊക്കെയാണ് ഈ സൈബർ ഗുണ്ടകൾ എഴുതി പിടിപ്പിക്കുന്നത്. എന്നാൽ അതിലൊന്നും പതറാൻ അവർ തയ്യാറല്ല. ഇത് അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് എന്ന് അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റിൽ സമരം ഇരിക്കുന്നത് ഈർക്കിൽ സംഘടനയാണെന്ന് എളമരം കരീം പരിഹസിച്ചിരുന്നു ആശാ വർക്കർമാരെ. എന്നാൽ ഞങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ ആരോഗ്യ മേഖല സ്തംഭിക്കുമെന്ന് അവർ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കളി ഇറക്കാൻ വരണ്ട എന്നാണ് എളമരം കരീമിന് ആശാ വർക്കർമാർ കൊടുക്കുന്ന മറുപടി. കുരു പൊട്ടിയൊലിക്കുന്നത് എളമരം കരീമിനാണ്. ഇതും കൂടാതെ CITUവും ഇപ്പോൾ വലിയ രീതിയിൽ ആശാ വർക്കർമാർക്ക് നേരെ കൊലവിളികളൊക്കെ ഉയർത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ സമരം പൊളിക്കാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് CPM. ഇവരുടെ സമരം ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് എളമരം കരീം ആവർത്തിച്ചത്. സമരം ചെയ്യുന്നത് ഈർക്കിലി സംഘടനയാണെന്നും ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും എളമരം കരീം വെല്ലുവിളിച്ചിരിക്കുന്നത്. സർക്കാരിനെയും പാർട്ടിയെയും നാണം കെടുത്താൻ നിന്നാൽ കളി കാര്യമാകുമെന്നാണ് സൈബർ ഗുണ്ടകൾ ഭീഷണി ആവർത്തിക്കുന്നത്. എന്നാൽ ഈ ഭീഷണി മുഴക്കുന്നവർക്ക് പുല്ല് വില പോലും കൊടുക്കാതെ സമരം കത്തി ജ്വലിപ്പിക്കുകയാണ് ഒരു കൂട്ടം സ്ത്രീകൾ. ആലപ്പുഴയിൽ ആശാ വർക്കർമാർ നാളെ നടത്താനിരുന്ന കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കരുത് എന്ന CITU നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതും ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. ആലപ്പുഴയിൽ CPMന്റെ ആശാ വർക്കർമാരുടെ സംഘടനയും സമരത്തിൽ ശക്തമായി ഇറങ്ങിയിട്ടുണ്ട്. ഇടതു സർക്കാരിനെതിരായ സമരത്തിന് ആരും പോകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. സമരം പൊളിക്കാൻ എല്ലാ മാർഗവും സർക്കാരും CPM തേടും എന്നതിന് തെളിവാണ് ഇത്. ഇതിനൊപ്പമാണ് ഓഡിയോ സന്ദേശം ചർച്ചകളിൽ എത്തുന്നത്. ആശാ വർക്കർമാരുടെ CITU സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം എത്തിയത്. സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്ന് രാജിവെച്ച് സമരത്തിന് പോകണമെന്നും എല്ലാം നേടിത്തന്നത് CITU ആണെന്നും ജില്ലാ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ആരെങ്കിലും വിളിച്ചാൽ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണമെന്ന് CITU നേതാവ് നിർദ്ദേശിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നത് മുഴുവൻ ആശമാരല്ല, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടെന്ന് ശബ്ദ സന്ദേശത്തിൽ അധിക്ഷേപവും ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ അടുത്ത ദിവസമാണ് ആശാ വർക്കർമാരുടെ കളക്ടറേറ്റ് മാർച്ച് നടക്കാനിരിക്കെയാണ് CITU നേതാവിന്റെ ഭീഷണി സന്ദേശം വന്നത് എന്നതും ശ്രദ്ധേയം. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ പിന്തുണയാണ് സമരത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമരത്തെ നേരിടാൻ സമ്മർദ്ദ തന്ത്രവുമായി സർക്കാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പണിമുടക്കുന്ന ആശമാരോട് അടിയന്തരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കാനാണ് നിർദ്ദേശം കൊടുത്തത്. ഒപ്പം പണിമുടക്ക് തുടർന്നാൽ പകരം സംവിധാനമൊരുക്കാനും നിർദ്ദേശമുണ്ട്. പകരം ആളെ നിയമിക്കുമെന്നാണ് ഭീഷണി. എന്നാൽ സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ കൂടുതൽ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇതിനിടെയാണ് ഈ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ടും സ്ത്രീകളെ അപമാനിച്ചുമൊക്കെ CPMന്റെ നേതാക്കൾ തന്നെ പരസ്യപ്രകടനങ്ങൾ നടത്തുന്നത്. പൊമ്പുളൈ ഒരുമൈ സമരത്തോട് വീണ്ടും താരതമ്യം ചെയ്യുകയായിരുന്നു സെക്രട്ടേറിയറ്റിലെ സമരത്തെ എളമരം കരീം. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിച്ചത്, എന്നിട്ടും ഞങ്ങൾ ആരും സമരത്തിന് പോയില്ലെന്നും എളമരം കരീം പറയുന്നു. ഇത് പച്ചക്കള്ളമാണെന്നും അന്ന് മൂന്നാറിൽ നടന്ന സമരത്തിന് ആവേശമായത് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ സമരമിരിക്കലായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ സഹിതം പലരും ഇപ്പോൾ പുറത്തേക്ക് വിടുകയാണ്. ഇതോടെ എളമരം കരീമിന്റെ നാവ് അടങ്ങിപ്പോയിട്ടുണ്ട്. പച്ചവെള്ളം പോലും കുടിക്കാതെ സമരക്കാർക്കൊപ്പം VS കുത്തിയിരുന്നു. ഇതോടെയാണ് ആ സമരം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെട്ട് അവസാനിപ്പിച്ചത്. അതായത് CPMന്റെ പരമോന്നത നേതാവായ VS തന്നെ അന്ന് ആ സമരത്തിന്റെ ഭാഗമായിരുന്നു.
ആശാ വർക്കർമാർ ഇപ്പോൾ നടത്തുന്ന സമരത്തിന് CITU നടത്തിയ സമരവുമായി ബന്ധമില്ലെന്ന് എളമരം കരീം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആശകളുടെ സമരത്തിന്റെ പിന്നിൽ ഒരു ദേശീയ ട്രേഡ് യൂണിയനും ഇല്ലെന്നും ആശകളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് കൊണ്ടിരുത്തിയിരിക്കുകയാണ് എന്നുമാണ് കരീം പരിഹസിച്ചത്. ആശകൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്താൽ CITU പിന്തുണയ്ക്കുമെന്നും എളമരം കരീം ആവർത്തിച്ചു. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവരെന്തോ ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ കണക്കെടുപ്പുകൾ, സർവേകൾ ഒന്നും നടക്കാതെയാകും. ഇതെല്ലാം കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ്. സർവേകൾ യഥാസമയം നമ്മൾ എടുത്തു കൊടുക്കുന്നില്ലെങ്കിൽ ആ രോഗനിർമ്മാർജ്ജനത്തിന് നൽകുന്ന കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടും. അപ്പോൾ ഇത്തരം ജോലികൾ അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചു പോകുന്നത് ശരിയല്ല. ഒരു ദിവസമോ 2 ദിവസമോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും സഹിക്കാം. സർക്കാർ അവരോട് ജോലിക്ക് കയറാൻ പറഞ്ഞത് സമരം പൊളിക്കാനല്ല എന്നും എളമരം കരീം പറയുന്നത്. തുടർച്ചയായ 3-ാം ദിവസമാണ് എളമരം കരീം സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ പരിഹാസമുയർത്തുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ പാട്ടപ്പിരിവ് സംഘടനകളാണ് എന്നാണ് ചൊവ്വാഴ്ച കരീം കൊല്ലത്ത് പറഞ്ഞത്. ഇതിനിടെയാണ് പൊമ്പുളൈ ഒരുമേ സമരവുമായി ആശാ വർക്കർമാരുടെ സമരത്തെ വീണ്ടും താരതമ്യപ്പെടുത്തി എളമരം കരീം സംസാരിച്ചത്. കേരളത്തിലെ 27,000 ആശാ വർക്കർമാരിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ സമരം ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു. 2015-ൽ 4 വർഷം മുൻപ് ട്രേഡ് യൂണിയനുകളെ തള്ളിപ്പറഞ്ഞ് സ്വന്തം അവകാശങ്ങൾക്കായി സമരമുഖം തുറന്ന് പെൺശക്തിയുടെ കൂട്ടായ്മയായി രൂപപ്പെട്ട പൊമ്പുളൈ ഒരുമയെ ഇന്ന് പേരിന് പോലും കാണാനില്ല എന്നും എളമരം കരീം ആക്ഷേപിക്കുന്നത്.